ഒരു തിരക്കേറിയ മെട്രോപൊളിറ്റൻ ഏരിയയിലൂടെയുള്ള ഒരു തിരക്കേറിയ ഹൈവേയിലൂടെ നമ്മൾ വാഹനം ഓടിച്ച് പോകുന്ന പോലെയാണ് നമ്മുടെ ജീവിതം. അത്രയും തിരക്കേറിയ ഒരു റോഡ്, അതിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒരു ഓരോ കിലോമീറ്റർ അല്ലെങ്കിൽ ഓരോ മൈൽ ഇടവിട്ടിട്ടൊക്കെ ഓരോ എക്സിറ്റുകൾ ഉണ്ടാവുക. പക്ഷെ ആ ഓരോ എക്സിറ്റ് പോകുന്നത് ആ ഒരു മെട്രോ സിറ്റിയുടെ ബാക്കിയുള്ള ഉൾപ്രദേശത്തേക്കുള്ള ആ സിറ്റിക്ക് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്തേക്കുള്ള വഴിയായിരിക്കും. പക്ഷെ നമുക്ക് ആ വഴീനെ കുറിച്ച് അല്ലെങ്കിൽ അത് ഓരോ എക്സിറ്റും എവിടേക്കാണ് പോകുന്നതെന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ടെങ്കിലാണ് നമ്മൾ ആ പോകുന്ന വഴിയിലൂടെ പോയ നമ്മളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ. ജീവിതം അങ്ങനെ തന്നെയാണ്. അതുപോലെ ഒരുപാട് വഴികളിങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഏത് വഴിയിലൂടെ പോയാലാണ് നമ്മളുടെ ലൈഫ് ഒരു വിജയത്തിൽ എത്തുക എന്നുള്ളത് തീരുമാനിക്കണമെങ്കിൽ നമുക്ക് വ്യക്തമായ ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഇന്ന വഴിയിലൂടെ ഇന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞു പോയെങ്കിൽ തന്നെയാണ് നമ്മളവിടെ എത്തുക എന്നുള്ളൊരു ബോധം, അല്ലെങ്കിൽ അതിനൊരു ആസൂത്രണം ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ എത്താൻ കഴിയുള്ളൂ. അതല്ല എങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ ഓരോ വഴിയിലൂടെയും പോയി നോക്കും. ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ആയിരിക്കില്ല പോകുന്നുള്ളത്, അവിടേക്ക് എത്തും. തിരിച്ച് നമ്മൾ വീണ്ടും വരണം. വീണ്ടും വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ പിന്നെയും ഒരുപാട് കിലോമീറ്റർ പിന്നേക്കിട്ട് വീണ്ടും പോയിട്ട് വീണ്ടും തിരിച്ചു വരണം. അപ്പോൾ നമ്മുടെ ലൈഫ് നമ്മളിങ്ങനെ വീണ്ടും എന്താ പറയുക, ഒരുവിധം എത്തിയ സ്ഥലത്ത് നിന്ന് വീണ്ടും പുറകോട്ട് തന്നെ പോകേണ്ടി വരുന്നുണ്ട്. നമ്മൾ തോൽവികൾ അങ്ങനെയാണ് വരുന്നത്. നമുക്ക് വ്യക്തമായ ലക്ഷ്യമില്ലാതെ നമ്മൾ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ കണ്ട വഴിയിലൂടെയൊക്കെ പോവുകയാണ്. നമുക്ക് വ്യക്തമായൊരു വഴി നമ്മുടെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ട് കാണുന്ന വഴിയിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് എത്തേണ്ട വഴിയിൽ നമ്മൾ എത്തില്ല. അപ്പം നമ്മൾ ആ പോകുന്ന വഴിയിലൂടെ പോകുമ്പോഴാണ് നമ്മളറിയുക ഇതല്ലായിരുന്നു നമ്മുടെ വഴി, നമ്മൾ വഴി തെറ്റിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാവും. നമ്മളവിടെ പോയി ആ വഴിയിലൂടെ കുറേ ദൂരം പോകുമ്പോഴാണ്. പിന്നീട് നമ്മളൊക്കെ ആ വഴിയിൽ നിന്ന് വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും ഫസ്റ്റ് മുതൽ തുടങ്ങി എത്തുമ്പോഴേക്കും നമ്മുടെ ലൈഫ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് നമ്മൾക്ക് ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യം ഉണ്ടാവണം. എല്ലാ വീഡിയോയിലും ഞാൻ അത് തന്നെയാണ് പറയുന്നത്, ലക്ഷ്യത്തെക്കുറിച്ച്. ലക്ഷ്യം ഉണ്ടാവണം. ആ ലക്ഷ്യത്തിന് വ്യക്തമായ അതിൽ നമ്മൾ എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാണ്ട ഒരു ആസൂത്രണം ചെയ്യണം. അതല്ലെങ്കിൽ നമ്മളെ ജീവിതത്തെ മറ്റുള്ളവരായിരിക്കും പ്ലാൻ ചെയ്യുക. അവരുടെ പ്ലാനിങ് അനുസരിച്ച് നമ്മൾ നീങ്ങേണ്ടി വരും. നമുക്ക് നമ്മുടെ ലൈഫിനെ കുറിച്ച് നമുക്കാണൊരു പ്ലാനിങ്ങും ലക്ഷ്യവും, അതായത് അതിന് വേണ്ട എല്ലാ തന്ത്രപരമായ കാര്യങ്ങളും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും അതൊക്കെ നമ്മളാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് എത്തേണ്ടത് എവിടെയാണെന്ന് നമ്മൾക്കാണ് അറിയുക. മറ്റൊരാൾ പ്ലാൻ ചെയ്ത് തരുമ്പോൾ അവരുദ്ദേശിക്കുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിക്കുക. നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് വ്യക്തമായ പ്ലാൻ നമ്മളുണ്ടാക്കി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ നീങ്ങുക. അപ്പോൾ ജീവിതത്തെ വളരെ എന്താ പറയുക, പ്ലാനിങ്ങോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക.